നിങ്ങൾക്കറിയുമോ മഹാനായ സയ്യിദു താബിഈൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ജീവിതകാലത്ത് പ്രിയപ്പെട്ട പൊന്നാര ഉമ്മാനെ പരിപാലിക്കേണ്ട കാരണത്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും സദാ സമയവും ഹൃദയത്തിന്റെ തേട്ടമല്ലാ എന്റെ മുത്ത് ഹബീബിനെ എനിക്കൊന്ന് കാണിച്ചു തരണേ തമ്പുരാനെ. മാത്രമല്ല ഉഹുദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോ എന്റെ മുത്ത് ഹബീബിന്റെ ഏത് പല്ലാണോ നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. വയ്യോരത്ത് കിടന്നൊരു കല്ലെടുത്തുകൊണ്ട് തന്റെ ഓരോ പല്ലുകളും ഓരോന്നായി കുത്തി പൊട്ടിക്കുകയാണ്. എന്തിന്റെ പേരിലെന്നറിയുമോ? ബിമഹബ്ബത്തി റസൂലില്ലാഹ്. ആ അനുരാഗത്തിന്റെ മുമ്പിലാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു നഗ്നപാതനായി മദീനയുടെ തെരുവീഥികളിലൂടെ നടന്നു നീങ്ങിയത്. മാത്രമല്ല പ്രവാചക പ്രേമികളിൽ അത്യുന്നത സ്ഥാനം അലങ്കരിക്കുന്ന മഹാനാണല്ലോ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു. ഹജ്ജിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള അദമ്യമായ അനുരാഗത്തോടെ പവിത്രമായ റൗളാ ഷരീഫിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. ഹൃദയത്തിന്റെ അകത്ത് നിന്ന് നിറഞ്ഞു തുളുമ്പുന്നത് ഹബീബിനോടുള്ള മഹബ്ബത്താണ്. പവിത്രമായ റൗളാ ഷരീഫിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അനുരാഗത്തിന്റെ കണ്ണീർ കണങ്ങളെ കൊണ്ട് മദീനയുടെ മണൽപ്പരപ്പുകളെ തഴുകി തലോടിക്കൊണ്ട് മഹാനവറുകളെ പാടുകയാണ്. ഫിഹാലത്തിൽ ബദിറു ഹി കുന്ദുർസിൽഹാ തുഖബ്ബിലുൽ അർളാനി വഹിയ നായിബതി വആദി ദൗലത്തുൽ الأشباح قد حلرات فامدد يمينك كي تهلا بها شفتي. ഓ നബിയേ, വർഷങ്ങളായി എൻ്റെ ആത്മാവിന് അങ്ങയുടെ പവിത്രമായ റൗളാ ഷരീഫിനെ ലക്ഷ്യമാക്കിയിട്ട് ഞാൻ പറഞ്ഞു വിടാറുണ്ട് നബിയേ. പക്ഷേ ഇന്നിതാ ഈ അഹ്മദുൽ കബീർ എന്ന ഫഖീർ അങ്ങയുടെ റൗളാ ഷരീഫിന്റെ മുമ്പിൽ വന്നിട്ട് മുട്ടി വിളിക്കുന്നു നബിയേ. ഫംദുദ് യമീനിക കൈ തുഹ്ലാ ബിഹാ ശഫതി. അങ്ങയുടെ ശറഫാക്കപ്പെട്ട തിരുകരം ഒന്ന് നീട്ടിത്തരുമോ തിരുദൂതരെ? സുബ്ഹാനല്ലാഹ്. റൗളാ ഷരീഫിന്റെ ഉള്ളറയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കരങ്ങളെ പുറത്തേക്ക് വരികയാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു മദിവരോളം ചുംബിച്ചെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോ ആ പ്രേമത്തിന്റെ മുമ്പിലാണ് മഹാനായ ബൂസൂരി ഇമാം റളിയല്ലാഹു തആല അൻഹു മനോഹരമായ കാവ്യരചനകളെ കൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കിയത്.